പ്രാർത്ഥിക്കേണ്ടതുപോലെ നാം പ്രാർത്ഥിച്ചാൽ എന്തും സാധ്യമാകും. മാർക്കോസ് 9:23 വചനം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. ലൂക്ക 18:27. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. ദൈവത്തിന് എന്തും സാധ്യമാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അസാധ്യ കാര്യങ്ങളും സാധ്യമാകുമെന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈ വചനങ്ങൾ യാക്കോബ് 5:15. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, അത് അവനെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പ്രാർത്ഥനയുടെ ശക്തി എത്രമാത്രം വലുതാണ്. മത്തായി 21:22 വായിക്കുമ്പോൾ, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഈ മലയോട് അകന്നു പോകാൻ പറഞ്ഞാൽ അത് പോയിരിക്കും. പക്ഷേ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഉൽപ്പത്തി 25:21. ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരവിടെ നിരാശപ്പെടുകയല്ല ചെയ്തത്. ലോകം റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങൾക്കല്ല അവർ പോയത്. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് അവർ പ്രാർത്ഥിച്ചു. വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവൾക്ക് സന്താനം നൽകി അനുഗ്രഹിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അടുത്ത കാര്യമാണ് ദൈവഭക്തി. ദൈവഭക്തി നമ്മുടെ പ്രാർത്ഥനയെ ശക്തിയുള്ളതാക്കി മാറ്റുന്നു. എന്താണ് ദൈവഭക്തി? തിന്മയെ വെറുക്കുന്നതാണ് ദൈവഭക്തി. ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എളിമ. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ഒന്നാണ് എളിമ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്രാർത്ഥന ശക്തിയുള്ളതായി മാറാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വിശ്വാസം. വിശ്വാസമുള്ളവർ കൽപ്പിക്കുന്നത് അതുപോലെ സംഭവിക്കും. ഇനി രണ്ടാമതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ. അതായത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ. ഇതനുസരിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വരും. പാപരഹിതമായ ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിരാവിലെ ഉണർന്നെണീറ്റ് പ്രാർത്ഥിക്കുക. അത് വളരെയധികം ശക്തിയുള്ളതാണ്. പ്രഭാഷകൻ 32:14. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവന് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. ജ്ഞാനം 6:14. അതിരാവിലെ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവൻ അവിടുത്തെ കണ്ടെത്തും. ഇതെല്ലാം രാവിലത്തെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ശക്തിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഇനി ഏറ്റവും അവസാനത്തെ കാര്യമാണ് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു യോജിപ്പുണ്ടെങ്കിൽ ആ പ്രാർത്ഥന വളരെയധികം ശക്തിയുള്ളതാണ്. മത്തായി 18:19. നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തി തരും. ഇന്ന് പല മനുഷ്യരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും പിശാച് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ഒന്നിച്ചു നിൽക്കുന്നവരെ എങ്ങനെയെങ്കിലും ഭിന്നിപ്പിക്കുക, തകർക്കുക എന്നുള്ളത് സാത്താൻ്റെ ലക്ഷ്യമാണ്. അവൻ്റെ ഈ കെണിയിൽ പെട്ടുപോകുന്ന ധാരാളം വ്യക്തികളുണ്ട്.
കാരണം ഒരു പ്രശ്നം വന്നാൽ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഇത് സാത്താൻ്റെ ഒരു കെണിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പരസ്പരം കുറ്റപ്പെടുത്താതെ നമ്മുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. 2 ദിനവൃത്താന്തം 18:31. ഈ വചനഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മരിക്കുകയല്ലാതെ ഇവിടെ ആ വ്യക്തിക്ക് വേറൊരു മാർഗമില്ലായിരുന്നു. ഇനി അങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്നപ്പോഴും ശത്രുക്കൾ ആയുധങ്ങളുമായി അവൻ്റെ ചുറ്റും ചാടി വീണ് അവനെ വകവരുത്തുന്ന ഒരു സാഹചര്യത്തിൽ അവൻ ദൈവത്തോട് നിലവിളിച്ചു. ദൈവമേ എന്നൊരു വിളി. കർത്താവ് അവനെ സഹായിച്ചു എന്നാണ് ഈ വചനത്തിൽ നാം കാണുന്നത്. യെശയ്യാ 38 ആദ്യ വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, യെസക്കിയ മരണം നേരിൽ കാണുകയാണ്. അവൻ മരിക്കും എന്നുള്ളത് യെസക്കിയ അവനോട് സൂചിപ്പിച്ച കാര്യമാണ്. നീ ഇതിൽ നിന്ന് രക്ഷപ്പെടത്തില്ല, നീ മരിക്കും എന്ന് അവന് അറിയാമായിരുന്നു. അവൻ ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിച്ചു. യെസക്കിയ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു ദൈവത്തോട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ സവിശേഷതകൾ ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ കരയുന്ന യെസക്കിയെ നമുക്കിതിൽ കാണാൻ സാധിക്കും. തൻ്റെ സഹനം തൻ്റെ നന്മയ്ക്ക് വേണ്ടി കർത്താവ് അനുവദിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന യെസക്കിയെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ദൈവസന്നിധിയിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെടുന്ന യെസക്കിയെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഇതെല്ലാം ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ നാം തയ്യാറായാൽ ഇതുപോലത്തെ അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകും. അതുപോലെ തന്നെ യെശയ്യായോട് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, ഹെസക്യായുടെ അടുത്തേക്ക് ചെല്ലുക, അവനോട് നീ പറയുക, അവൻ്റെ ആയുസ് 15 വർഷത്തേക്ക് ഞാൻ നീട്ടിക്കൊടുത്തിരിക്കുന്നു. കാരണം അവൻ്റെ പ്രാർത്ഥന അവൻ നിത്യജീവനിലേക്ക് തിരിഞ്ഞു കിടന്ന് വിശ്വാസത്തോടെ നിലവിളിച്ച് അവൻ പ്രാർത്ഥിച്ചു എന്ന ഭാഗം ബൈബിളിൽ നാം കാണുന്നു. ഇനി രണ്ടാമതായി നാം ചിന്തിക്കുന്നത്, എല്ലാ പ്രാർത്ഥനയും ഒരുപോലെയല്ല. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മയ്ക്ക് അനുസരിച്ച് പ്രാർത്ഥനയുടെ ശക്തി കൂടുകയും കുറയുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യം വായിക്കുമ്പോൾ, പാപികളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കില്ല,